when it's about people, something can always get proven. ഇപ്പം ഞാൻ ഇന്നൊരു അഭിപ്രായം ഒരാളെ പറ്റി പറയുക, 2 വർഷം കഴിഞ്ഞ് ആ ആൾ ഇങ്ങനെ ആയിരുന്നു എന്ന് തെളിയുക. അറ്റ് ദാറ്റ് പോയിന്റ് ഐ കാൻ സേ ഓ ഞാൻ അന്നറിഞ്ഞിരുന്ന ആൾ ഇങ്ങനെയായിരുന്നു, സോ ഐ എം ഗോണ കീപ് സപ്പോർട്ടിങ് ദം. തെളിഞ്ഞു കഴിഞ്ഞാൽ, ബൈ ദ വേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും യു ആസ്കിങ് മീ ദിസ് ക്വസ്റ്റ്യൻ, പൊട്ടൻഷ്യലി അറിയപ്പെടുന്ന ആൾക്കാരായിട്ട് വരുന്ന ഇഷ്യൂസ് ആണ് ഞാനിപ്പോൾ റെഫർ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ സിനാറിയോ, ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൂഫ്, ഡിപ്പെൻഡിങ് ഓൺ വാട്ട്സ് ആക്ച്വലി ഹാപ്പൻ ആൻഡ് ദ ട്രൂത്ത് ദാറ്റ് ഐ നോ. എനിക്കിപ്പോൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതൊന്നും മനസ്സിലാവില്ല എന്തായിരിക്കും സത്യമെന്ന്. ആ ഒരു കോൺഷ്യൻസിനെ അവർ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഒരാൾക്ക് എൻ്റെ സപ്പോർട്ട് കാണും. അതർ ദൻ ദാറ്റ് മൈ ഒപ്പീനിയൻ വോണ്ട് ചേഞ്ച് അബൌട്ട് എ പേഴ്സൺ ഓർ എൻ ഇൻസ്റ്റൻസ് ഓർ എനി പെർട്ടിക്കുലർ സബ്ജക്ട് ഫോർ ദാറ്റ് മാറ്റർ. മാറത്തില്ല എനിക്ക് എൻ്റെ അഭിപ്രായം. അല്ല, നിലപാടായിട്ട് തന്നെ നിൽക്കണം. അത് അച്ഛൻ്റെ മോൻ തന്നെയാണ് താങ്കൾ. അച്ഛനൊരു നിലപാടെടുത്താൽ, എനിക്ക് പേഴ്സണലി സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അറിയാവുന്നു, നിലപാടെടുത്താൽ നിലപാടിൽ നിൽക്കും, അതിൽ പിന്നോട്ടില്ല. എടുക്കുമ്പോൾ ചില നിലപാടുകൾ എടുക്കുമ്പോൾ ചില സംസാരം സമയം ഞാൻ പേഴ്സണലി പറയാം കേട്ടോ, അച്ഛൻ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അതിൽ കിടക്കുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. അതിപ്പോൾ എനിക്ക് തോന്നിയെടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? ഒരു ബ്ലൈൻഡ് സണ്ണായിട്ട് എൻ്റെ അച്ഛൻ പറയുന്ന എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും അല്ല. എൻ്റെ അച്ഛൻ ഒരു ബ്ലൈൻഡ് ഫാദറായിട്ട് ഞാൻ പറയുന്ന എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളും അല്ല. എനിക്കൊരു തെറ്റ് പറ്റുമ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ പറയും. അതേപോലെ എൻ്റെ അച്ഛനൊരു തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ എനിക്ക് പറയാനുള്ള ഫ്രീഡം ഉണ്ട്. എനിക്കങ്ങനെ ഒരുപാട് തോന്നാറില്ല. അതാണ് അച്ഛൻ ബന്ധമൊന്നും പറയുന്നത്. പക്ഷെ അത് പറ്റിയ സന്ദർഭത്തിൽ എനിക്ക് അച്ഛൻ ആ ഫ്രീഡം തന്നിട്ടുണ്ട് ടു ഗോ ആൻഡ് സ്പീക്ക് ടു ഹിം. ലൈക്ക് ഹു എൽസ് വിൽ? ഇഫ് ഇറ്റ്സ് നോട്ട് മീ ആൻഡ് മൈ സിബ്ലിങ്സ് ആൻഡ് മൈ മദർ, ഹു എൽസ് വിൽ? വേറെ ആരാ ചെയ്യേണ്ടത്?